ഹായ് ഓൾ, ബിടെക് ഡിപ്ലോമ അതുപോലെ തന്നെ ITI പഠിച്ച കുട്ടികൾക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത ഞാൻ പങ്കുവയ്ക്കുകയാണ്. ദ റിയൽ സിവിൽ എഞ്ചിനീയറിംഗ് ടീമിൻ്റെ ഒരു ഓൺ ജോബ് 2 days വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഞാൻ സാജൻ ജോസ്. നമുക്കറിയാം, ഒത്തിരി കുട്ടികൾ വിദേശത്ത് പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അവരോട് ചോദിക്കാതെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, അവരോട് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും നമുക്ക് ഈ പഠനത്തോടൊപ്പം ഒരു സമ്പാദ്യം അല്ലെങ്കിൽ ജോബ് എന്നുള്ളത് വളരെ കുറവാണ് ആളുകൾ ചെയ്തു വരുന്നത്. ഒരുപക്ഷെ സാമ്പത്തികമായി പിന്നോക്കമുള്ള ആളുകൾക്കായിരിക്കാം അത്തരം കാര്യങ്ങൾക്ക് മുന്നോട്ട് വരുന്നത്. പക്ഷേ പഠനത്തോടൊപ്പം സമ്പാദ്യം എന്നുള്ളത് നമ്മുടെ എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചാൽ അത് കുറച്ചുകൂടി നല്ലതല്ലേ? അതിനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഏൺ വൈൽ യു ലേൺ, പഠനത്തോടൊപ്പം സമ്പാദ്യം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന ഫീൽഡിലുള്ള ടെക്നിക്കൽ എക്സ്പീരിയൻസ് ലഭിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റിമറിച്ചേക്കാം. നമ്മുടെ വർക്ക്ഷോപ്പ് 2 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, AUTOCAD എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പഠിപ്പിക്കാനല്ല ഈ പറയുന്ന വർക്ക്ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വർക്ക്ഷോപ്പിന്റെ കണ്ടന്റ് ഇതാണ്: ഒരു ഹൗ ടു ഡ്രോ എ പെർമിറ്റ് ഡ്രോയിങ്, ഒരു പെർമിഷന് വേണ്ടിയിട്ടുള്ള ഡ്രോയിങ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ക്ലയന്റുമായി ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത ഒരു പ്ലാനും അതിൻ്റെ സെക്ഷൻ, എലിവേഷൻ, സർവീസ് ഡ്രോയിങ്, സെപ്റ്റി ടാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ മറ്റ് RWH റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഡീറ്റെയിൽസ്, സൈറ്റ് പ്ലാൻ, ലൊക്കേഷൻ പ്ലാൻ, മറ്റുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ പേജ് ലേഔട്ട് സെറ്റിംഗ്, അതുപോലെ തന്നെ ഒരു പെർമിഷൻ എടുക്കാൻ വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ റീഡ് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ നമുക്കുള്ള ഇൻപുട്ടുകൾ ഡ്രോയിങ്ങിലേക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, ജേണി ഡീറ്റെയിൽസ്, ഏരിയ കാൽക്കുലേഷൻസ്, അതിൻ്റെ FSA, അതുപോലെ തന്നെ കവറേജ് കാൽക്കുലേഷൻസ്, മറ്റ് ലീഗൽ കാര്യങ്ങൾ നമ്മൾ ഡോക്യുമെന്റിൽ വെക്കേണ്ടത്, ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 2 ദിവസത്തെ വർക്ക്ഷോപ്പാണ്. ഡയറക്റ്റ് കണ്ടന്റ് പറയുന്ന ഒരു വർക്ക്ഷോപ്പാണിത്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഇവിടെ AUTOCAD പഠിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഒരു ക്ലാസ് അല്ലത്. പക്ഷേ AUTOCADിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കമാൻഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ AUTOCADിന്റെ ഒരു 20+ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ്, അറേ, അതുപോലെ തന്നെ ബ്ലോക്ക്, അങ്ങനെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയ കമാൻഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പഠിക്കേണ്ടതായി വരും. അപ്പോൾ AUTOCAD പഠിക്കാൻ പറ്റും, പക്ഷെ ബേസിക്സ് അല്ല. ഓക്കെ, AUTOCADിന്റെ ബേസിക്സ് വേണ്ട ആൾക്കാർക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അതിന്റെ ഹൗ ടു ഡ്രോ എ പ്ലാൻ, അതുപോലെ സെക്ഷൻ, എലിവേഷൻ, അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അതിനുശേഷം വേണം ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഈ വർക്ക്ഷോപ്പിൽ മുഴുനീളം നമ്മുടെ കേരള ബിൽഡിംഗ് റൂൾ കൊണ്ടുപോകുന്നുണ്ട്. കാരണം അത് പ്രകാരമാണ് നമ്മൾ ഈ പറയുന്ന പേപ്പറിൽ അത് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഒരു വീടിന്റെ എങ്ങനെ പെർമിഷൻ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് 2 ദിവസം കൊണ്ട് നമ്മൾ പഠിപ്പിക്കാം. അത് കൃത്യമായിട്ട് അതിന്റെ കംപ്ലീറ്റ് ഡ്രോയിങ് ഡീറ്റെയിൽസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ലീഗൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഈ വർക്ക്ഷോപ്പ് കൊണ്ടുപോകുന്നത്. പലപ്പോഴും കമ്പനികളിൽ പോയി കഴിഞ്ഞാൽ അറിയാം, അവിടെയൊക്കെ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷമുള്ള ട്രെൻഡാണ് വർക്ക് ഫ്രം ഹോം ആണ് കൊടുക്കുന്നത്. ഒരുപാട് എംപ്ലോയീസ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പെർമിറ്റ് ഡ്രോയിങ് ഒക്കെ ഒട്ടുമിക്ക കമ്പനികൾ ഇപ്പോൾ ഓൺലൈനായിട്ട്, അതായത് വർക്ക് ഫ്രം ഹോം പോലെ പലർക്കും കൊടുക്കാൻ തുടങ്ങി. ഒരു 2 രൂപ, അതുപോലെ തന്നെ 2 to 4 rupees പെർ സ്ക്വയർ ഫീറ്റ് എന്നൊരു റേറ്റിലൊക്കെ ഇപ്പോൾ ഒരുപാട് കമ്പനികൾ പുറത്തേക്ക് വരയ്ക്കാൻ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഏറ്റെടുത്ത് വരയ്ക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് സ്വന്തം ലൊക്കേഷനിൽ, നാട്ടിലൊക്കെ ഉള്ള വർക്കുകളൊക്കെ നമുക്ക് പ്ലാൻ വരച്ച് അതുപോലെ തന്നെ പെർമിഷൻ ഡ്രോയിങ് വരയ്ക്കാനായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ലൈസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ബിടെക് കഴിയുന്നതോട് കൂടി ലഭിക്കും, അല്ലെങ്കിൽ ഡിപ്ലോമ കഴിയുമ്പോൾ 3 years എക്സ്പീരിയൻസ് ആയി ലഭിക്കും, അല്ലെങ്കിൽ ITI കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 വർഷം എക്സ്പീരിയൻസ് ആയി ലഭിക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് ഒരു ഓണ്ടർപ്രണർ എന്ന നിലയിൽ ഒരു ബിസിനസ് ആയിട്ട് ഒരു കമ്പനി പോലൊക്കെ തുടങ്ങി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രോയിങ്. ഒരു സിവിൽ എഞ്ചിനീയർ ഡ്രോയിങ് കൃത്യമായി അറിഞ്ഞിരിക്കണം, ബിൽഡ് റൂൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് അയാൾ റിയൽ സിവിൽ എഞ്ചിനീയർ ആവത്തുള്ളൂ. കാരണം ഒത്തിരി കൺസ്ട്രക്ഷനിൽ ഇത് ആവശ്യമുള്ള പാർട്ടാണ്. ഇതാണ് മെയിൻ ആയിട്ട് വർക്ക്ഷോപ്പിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. നമുക്ക് വർക്ക്ഷോപ്പിന് ശേഷം എല്ലാ കുട്ടികളിലും നമ്മൾ റെസ്യൂം നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതായത് ലൊക്കേഷനിലുള്ള കമ്പനികൾ നമുക്ക് ഒത്തിരി പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് സഹകരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവർക്കൊക്കെ വാക്കൻസികൾ, ഇതുപോലെയുള്ള റിക്വയർമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഒരു കോമൺ പൂളിലേക്ക് നമ്മൾ ഇവരെ റെസ്യൂം ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികളെ മാത്രം. സോ എന്തെങ്കിലും റിക്വയർമെന്റ് വരികയാണെങ്കിൽ അവരത് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൂടി നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സെൽഫ് എംപ്ലോയിഡ് ആവുക, സ്വന്തം ഒറ്റക്കാലിൽ നിൽക്കാൻ നിങ്ങൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് ആണ്, ഡയറക്റ്റ് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. നമ്മൾ പല വെന്യൂസിൽ, കേരളത്തിൽ പല വെന്യൂസിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു 40+ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ലൊക്കേഷനിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ട്രെയിനേഴ്സ് വന്നിട്ട് ഈ ക്ലാസ് എടുത്തു തരും.
അപ്പോൾ അങ്ങനെ ഒരു ബാച്ച് വൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യപ്പെടാം. അതുപോലെ തന്നെ ക്ലാസ്സിന്റെ ഒരു ഉദ്ദേശം കൂടി പറയുകയാണ്, താല്പര്യമുള്ള കുട്ടികൾ മാത്രമേ വരാവൂ. ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അല്ലാതെ വെറുതെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരു അറിവ് സമ്പാദിക്കാൻ മാത്രമല്ല, ഇതുകൊണ്ട് നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾ ഇതിന് ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയുന്നവരാവണം. അതിനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ മുന്നോട്ട് വരാവൂ. ഈ വർക്ക്ഷോപ്പിനുള്ളിലൂടെ നമ്മൾ പോകുന്ന മറ്റൊരു കണ്ടന്റ് ഉണ്ട്, അതായത് എങ്ങനെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതായത് നമുക്കറിയാം മുനിസിപ്പാലിറ്റികളിലൊക്കെ IBPMS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വഴിയായിട്ടാണ് ഇപ്പോൾ പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ സങ്കേതം, ഇനി പുതിയ സോഫ്റ്റ്വെയറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം അപ്ഡേഷൻസ് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പെർമിഷൻ ഡ്രോയിങ് വരയ്ക്കാൻ അറിഞ്ഞാൽ മാത്രം പോരാ, ഇതിന് എന്തൊക്കെ ലീഗൽ കാര്യങ്ങളുണ്ട്, എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യാം, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അത് ഏതൊക്കെ സോഫ്റ്റ്വെയർ വഴിയായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതിന്റെ ഡീറ്റെയിൽസ്, അതെങ്ങനെ അതിൽ അപ്ലൈ ചെയ്യാം, പുതിയ ലോഗിൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ വർക്ക്ഷോപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വർക്ക്ഷോപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ഡോക്യുമെന്റ്, ലീഗലായിട്ടുള്ള ഡോക്യുമെന്റ് എങ്ങനെ ചെക്ക് ചെയ്യാം, അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വർക്ക്ഷോപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടൊരു ക്യാപ്സ്യൂൾ ആയിരിക്കും നമ്മുടെ 2 days വർക്ക്ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വർക്ക്ഷോപ്പിലൂടെ ലഭിക്കുന്നത്. താല്പര്യമുള്ള എല്ലാ കുട്ടികളിലേക്കും ഈ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുക. ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, അധ്വാനിക്കാൻ മനസ്സുള്ള ആളുകൾ മാത്രമേ ഈ വർക്ക്ഷോപ്പിന് വരാവൂ. കാരണം ഈ വർക്ക്ഷോപ്പിന്റെ ലക്ഷ്യമുണ്ട് ഏൺ വാല്യൂ ലേൺ, പഠനത്തോടൊപ്പം സമ്പാദിക്കണം. അപ്പോൾ സമ്പാദിക്കണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ മനസ്സുള്ള കുട്ടികൾ മാത്രമേ ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാവൂ. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പ്രാപ്തരാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് പ്രകാരമാണ് നമ്മൾ വർക്ക്ഷോപ്പ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഏത് ഡൗട്ടും നിങ്ങൾക്ക് അവിടെ വെച്ച് നമ്മുടെ ട്രെയിനേഴ്സ് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വെർത്ത്ഫുൾ ആവുന്നുള്ള ഉറച്ച ഉദ്ബോധത്തോടെ തന്നെയാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് വരാം. ഒരു സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്കുള്ള ഒരു കരിയറിലേക്ക് വേണ്ട ഒരു അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഈ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അത് തന്നെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ ചാനലിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് അല്ല ഇവിടെ മുഖ്യം, അറിവാണ്. അറിവ് സമ്പാദിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരിക. ഓക്കെ, താങ്ക്